എന്താ മോളെ, നീ സ്വപ്നം കാണുകയാണോ? ചോറ് അങ്ങോട്ട് ഇളക്കി ഉണ്ടാകും. വല്ലാത്തേരി മോളെ, ഇനിയും ബാക്കി ഇല്ലയോ? കണ്ണിക്കൂടെ പൊന്നേച്ച് വറക്കുന്നു ഇല്ലേ പച്ച? ഞാൻ അപ്പഴേ പറഞ്ഞു മുള എത്രയും വേണ്ട. നിന്റെ അമ്മയ്ക്ക് പിശുക്കറിഞ്ഞുകൂടാ. അവരുടെ കുടുംബക്കാര് കൃഷിയും കളവും ഒക്കെ ഉണ്ടായിരുന്നവരാ. ആനയും കുതിരയും ഉണ്ടായിരുന്നു അമ്മച്ചി. മതി മതി, അപ്പനും മോളും കൂടെ കളിയാക്കിയത്. ഇതോടെ കൂട്ടി നിറച്ചുണ്ടാകും. വേണ്ട, മതിയായി. ഇത് കൊള്ളാം, ഉണ്ണുന്നതിന് മുമ്പ് മതി പോലും. ദിവസം കഴിയുന്തോറും ചോറ് വേണ്ടാതെ വരികയാണല്ലോ. മോളെ, ഇതെല്ലാം അങ്ങ് എടുത്തോണ്ടു. നാളെ ശമ്പളം കിട്ടത്തില്ലേ? നാളെ കിട്ടിയേക്കും. കടയിൽ നാള് വന്നു. ഒരു 10-40 രൂപ അവർക്ക് കൊടുക്കാൻ കാണും. നാളെ കൊടുക്കാം. ഓ, കിട്ടുന്നതെല്ലാം കടം വീട്ടാനല്ല ഉള്ളു. നാളത്തേക്കൊന്നൊരു വിചാരമില്ലല്ലോ. നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലില്ലല്ലോ. വേദപുസ്തകത്തിൽ എന്താ പറയുന്നത്? ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. അതിന് മനുഷ്യൻ ആകാശത്തിലെ പറവയല്ലല്ലോ. ഈ മനുഷ്യൻ ഒരു പാവപ്പെട്ട ഗ്രാൻഡ് സ്കൂൾ വാദ്യരാണ്. പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പെങ്കൊച്ചിന്റെ അപ്പനുമാണ്. ആ വിചാരം വേണം. റാഹേലേ, റാഹേലേ. ആരാ? തങ്കച്ചന്റെ അമ്മച്ചിയാ. എന്താ ഏട്ടത്തി? ഓ, ഞാൻ ചുമ്മാ വന്നതാ. അത്താഴമൊക്കെ കഴിഞ്ഞു. ഓഹോ, ഞാൻ ചിലതെല്ലാം കേട്ടല്ലോ റാഹേലേ. എന്തോന്നാ ഏട്ടത്തി? തങ്കച്ചനെയും തങ്കമ്മയും പറ്റി ആളുകൾ ഓരോന്ന് പറയുന്നുണ്ട്. ഒന്നിന് 10 പറയുന്ന ആളുകളാ ചുറ്റും. ഇതാരാ തങ്കച്ചന്റെ അമ്മച്ചോട് പറഞ്ഞത്? പലരും പറഞ്ഞു. സാരതൊന്നും അറിയണ്ട കേട്ടോ. അവൾ ഇപ്പോഴും കൊച്ചു കുഞ്ഞല്ലെന്ന് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് പറയാനാ വന്നത്. ഞാൻ പോട്ടെ. അയ്യോ അമ്മച്ചി, നാണിച്ചു പോയി. ഓരോ കളിക്കാതെ. കുറ്റമല്ല ചെറുക്കൻ ചീത്തയാവുന്നത്. അതെന്താ? തങ്കമ്മയെ കെട്ടിയാൽ അവൻ ചീത്തയാകുമോ? അവൻ നന്നാവുകയും കൊണ്ടടി. അതിനിവിടെ ആരാണ്ട് എതിര് പറഞ്ഞു. തങ്കമ്മ നല്ല കൊച്ച. പ്രായമാവട്ടെ, അപ്പൊ കെട്ടിച്ചു കൊടുക്കത്തില്ലയോ? തങ്കമ്മേ, തങ്കമ്മ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. ആളുകൾ എന്തൊക്കെയാണ് പറയണമെന്ന് അറിയാമോ? ആൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് നമുക്കെന്താ? ആ, അപ്പച്ചൻ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? എടാ മോനെ, നിനക്ക് തങ്കമ്മയെ തന്നെ കെട്ടണോ? അതെ അപ്പച്ച എന്ന് ഞാൻ. എടാ, നിനക്ക് അവളെ തന്നെ കെട്ടിച്ച് തരാമടാ എന്ന് അപ്പച്ചൻ. തങ്കച്ചന്റെ അമ്മച്ചി ഇന്നലെ ഒടുവിൽ അമ്മച്ചി സ്വകാര്യമായി സമ്മതിച്ചു. തങ്കമ്മയെ പോലെ നല്ലൊരു പെണ്ണ് ഈ ലോകത്തിലില്ലെന്ന്. പിന്നെന്തിനാ ഭയപ്പെടുന്നത്? വാ. മണപ്പുരയിൽ വെച്ചാണ് ഞാൻ 2 ജപ്പാൻകാരെ അടിച്ചു മലർത്തിയത്. അന്നു മുതൽ ബോംബ് കുഞ്ഞുവിൽ നിന്ന് കേട്ടാൽ ജപ്പാൻകാർ വിറയ്ക്കും. ഹലോ, ഞാനാണ് സാക്ഷാൽ ബോംബ് കുഞ്ഞുഞ്ഞ്. അതല്ലേ സാഹിബിന് നമ്മളോട് വലിയ കാര്യം. പിന്നെ ഒരു രഹസ്യമുണ്ട്. ഈ മാതാമപ്പം പിള്ളേർക്കെല്ലാം ഈ ബോംബ് കുഞ്ഞുഞ്ഞെന്ന് കേട്ടാൽ അവലോസുണ്ട പോലെയാണ്. അവലോസുണ്ട പോലെ. ഈ വിവരം സാഹിബ് പറഞ്ഞു. അവധി തന്നു. ഉടൻ നാട്ടിൽ ചെന്ന് കല്യാണം കഴിച്ചോളാൻ മെമ്മോ. ഇത്രയുമാണ് ബോംബ് കുഞ്ഞുഞ്ഞന്റെ ജീവചരിത്രം. മുതലാളി, നമ്മുടെ ആനക്കുഴി പൊന്നമ്മിപ്പ എവിടെയാണ്? അതിരിക്കട്ടെ, നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചവിട്ടുനാടൻ കളിക്കാൻ പോയെന്നാണോ മുതലാളി വിചാരിച്ചത്? അല്ലപ്പ, നമ്മളൊരു വിവരം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാ. നിങ്ങൾ പിണങ്ങല്ലേ? എന്നാ കുറച്ച് വെടിവെച്ച് തകർത്തവനാണ് ഈ കുഞ്ഞുഞ്ഞെന്ന് വിചാരിച്ചു. ഈ പാട് കണ്ടോ?
ഉണ്ടോ? ഇത് ഡമാൽപൂരിൽ വെച്ച് ഒരു ബോംബ് കയ്യിലിരുന്ന് അങ്ങ് പൊട്ടും. ബോംബ് ഒന്ന് കയ്യിലിരുന്ന് പൊട്ടുകയില്ല നീ. ഇവനാരടോ? ഓ, മൈസൂരിട്ടായിരിക്കും ഉത്തരവ്. ഇവന്മാരാരടാ? എടാ സൈക്കിളേറ്റം പഠിക്കുന്ന പട്ടാളത്തിൽ വേടാ. അയ്യോ, കഷ്ടം കഷ്ടം കഷ്ടം. അല്ല സൈക്കിളിൽ പെടുത്തപ്പോ ഈ ശൈലിക്കായ അല്ല ഇതാരാണ് നമ്മുടെ സുബ്രഹ്മണ്യം പോലീസാറാ? ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. കൽക്കട്ടയിലാണോ ബോംബെയിലാണോ പൂനെയിലാണോ ഡൽഹിയിലാണോ നിശ്ചയമില്ല. അവന്റെ ആർട്ടുവീലറാണെന്ന് നോക്കിക്കേ. സൈക്കിൾ ഞാനിട്ടു. പോറ്റി സാറേ, ഒരു കാര്യം ചെയ്യാം. നീര് വീഴുന്നതിന് മുമ്പ് നമുക്കൊരു ചൂട് ചായ അടിക്കാം. വന്നാട്ടെ. ഞാൻ പറഞ്ഞോ? വേണ്ട. എടാ മമ്മൂഞ്ഞ ഓ മാമ, എനിക്കൊരു ബോധമില്ല. ഞാനിപ്പോ കട്ടിലാണോ താഴത്താണ്? ഇല്ല, നീ ഇപ്പൊ ആനപ്പുറത്താണ്. അല്ല, അതെ, അതാണൊരു നിനക്ക് നമ്മൾ ബോധം വരുത്തി തരണം. കദീഷ, വാപ്പാ. ആ തീ ഇത്തിരി എടുത്തുകൊണ്ട് ബാ മോളെ. ഇവനിത്തിരി ബോധം വരുത്തണമല്ല. വേഗം തീ കൊണ്ടുവാ മോളെ, വേഗം തീ കൊണ്ടുവാ. ഇതേവാ പറ്റി എപ്പോ നോക്കിയാലും ഒരു സൈക്കിളിലാണ്. ബോധം വന്നോടാ, ബോധം വന്നാടാ. വേഗം സൈക്കിൾ കൊണ്ട് കടയപ്പോ, വേഗം കടയപ്പോ. ഇനി നമ്മളോട് ചോദിക്കാണ്ട് സൈക്കിൾ എടുത്താലുണ്ടല്ല. ആ മോളെ തീ പിടി. ഒരു കുത്തുണ്ടല്ലോ. നിനക്ക് ചായ വേണോ? അപ്പോ ചതിക്കല്ലേ. ഒരു ചായ കുടിക്കാൻ കൊതിയാവണം കദീഷ. വീട്ടിൽ ചായ ഉണ്ട്. അപ്പൊ നമ്മളെ പറ്റി വിചാരമുണ്ട്. അപ്പൊ പണത്തിന്റെ കാര്യം? എന്റെ പണമില്ല. താങ്ക് യു, താങ്ക് യു. ഗുഡ് നൈറ്റ്. ആണല്ലോ, പുട്ടും കടലും എല്ലാം തിന്നിട്ട് ഭക്ഷണവും കഴിച്ചു പോയല്ലോ. എപ്പോഴായി ഇനിയിപ്പൊ ഞാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, തിന്നതിന് പണം വെച്ചുകൊണ്ട് അങ്ങ് പോയാൽ മതി. അത് വളരെ കഷ്ടിയാണ്. കഷ്ടമാണെങ്കിൽ പോകാൻ പറ്റിയില്ലെന്ന് മാത്രം. വല്ല സ്വൈരവും തരുമോ? അല്പം എവിടെയെങ്കിലും ശാന്തമായി തനിച്ചൊന്നിരിക്കാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. ഇവിടെ നമുക്ക് രണ്ടാൾക്കും ഒന്നുപോലെയാ. ഓഹോ, ഇവിടെ അങ്ങനെ തനിച്ചിരിക്കാൻ ഒക്കില്ല. വേണമെങ്കിൽ രണ്ടാൾക്കും ഒന്നിച്ചിരുന്ന് സ്വപ്നം കാണും. ഞാൻ 2 ചാമ്പയ്ക്ക പറിക്കട്ടെ. കൊച്ചി, നീ നോക്കി നോക്കി ആ ചാമ്പവൻ ഉണക്കിക്കളയണ്ട. ആർക്കാണ് കൊതിയെന്ന് അറിയാമല്ലോ. ഇത് കണ്ടോ? ഇതെന്താണെന്ന് പറഞ്ഞാൽ തരാം. പറയട്ടെ? പറയുമേ. കരിപടകളിട്ട വെണ്ണക്കൈ. അല്ല, കവിത എഴുതാനും തുടങ്ങിയോ? ഈടായി തങ്കമ്മയെ കാണുമ്പോ കുറേശ്ശെ കവിത എഴുതാൻ തോന്നുന്നു. ഒരു മഹാകവി ആവാനുള്ള ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞാലേ തരുള്ളൂ. കിട്ടിപ്പോയി. ഏർപടക്കമല്ലേ? അല്ല, തങ്കച്ചന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവിന്റെ പേര് പറയും. അതാണിത്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ പേരാണെങ്കിൽ ഉടനെ പറയാം. തങ്കമ്മ. തത്തമ്മ. എന്തൊരു മധുരം എന്റെ അമ്മച്ചി. ഒരു കരിമ്പൻ തോട്ടം മുഴുവൻ രാത്തുണ്ട്. ഒരു മധുര കൊതിയ. കൊതിച്ചിക്ക് വേണമെങ്കിൽ ഇന്നൊരു കഷ്ണം തരാം. എനിക്ക് കൊതിയൊന്നുമില്ല. എനിക്ക് കൊതി കിട്ടാതിരിക്കാനാ. തങ്കച്ച, ഒരു ചാമ്പയ്ക്ക പറിച്ച. ഒന്ന് മതിയോ? ഒന്നെന്ന് വെച്ചാൽ വെറും ഒറ്റയല്ല, ഒരു കുല ചാമ്പയ്ക്ക. എന്താ വല്യമ്പുരാൻ എന്തായാലും പറ്റി? അതൊന്നും പറ്റിയതല്ല. കടയുടെ മുമ്പില് ബോധം കെട്ട് വീണതാ. വല്ല മുറുക്കിയപ്പോഴോ മറ്റോ തലയുറ്റിയിരിക്കും, വേറെ ഒന്നുമില്ല. വല്യമ്പ്ര, അല്ല നിങ്ങളൊക്കെ എന്താണ് ഒന്ന് കാച്ചു വിട്ടിട്ട് അങ്ങോട്ട് മാറിയുന്നു. വെള്ളം ഇങ്ങോട്ട് തങ്കത്തിനവിടെ പേടിക്കാനൊന്നുമില്ല, എല്ലാവരും ഒന്നങ്ങ് പോയി.
ഇച്ചിരി കാശ് കയറട്ടെ. അയ്യോ കർത്താവേ, എന്താ ഇത്? ഞാൻ തർപ്പന്തേലും എടുത്തോണ്ട് വരട്ടെ. തങ്കച്ച, അപ്പച്ചൻ. അപ്പച്ചൻ എന്ത് പറ്റിയമ്മേ? എന്താ അമ്മച്ചി? തങ്കമ്മേ, മോളി അങ്ങ് വിളിച്ചോണ്ടോ. തോന്നാറ്റ തോന്നാറ്റ അപ്പച്ചാ, അപ്പച്ചാ. അപ്പച്ചാ, മോനെ തങ്കച്ച, നീ വീട്ടിലോട്ടൊന്ന് ചെല്ലും മോനെ. ചെന്ന് ചോറും ചെല്ലും മോനെ. മോളെ, ഊണ് കഴിച്ചു. മോൾ ഇന്നലെ ഒന്നും കഴിച്ചതല്ലല്ലോ. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും റാഹേലേ? നമ്മൾ എത്ര കരഞ്ഞു ദുഃഖിച്ചാലും കർത്താവിൽ നിദ്ര പ്രാപിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കും തങ്കച്ചൻ്റെ അമ്മച്ചി. ഊണ് കഴിക്കും. ഇങ്ങനെ വിശന്നിരുന്ന വല്ല സൂക്കുകളും പിടിക്കും. തങ്കച്ച, തങ്കച്ച, എന്റെ കൊച്ചുങ്ങൾ അനാഥരായിപ്പോയല്ലോ റാഹേലേ. അതിനിങ്ങനെ കരഞ്ഞാലോ? അനാഥർക്ക് ദൈവം കൊണ്ട് ചേട്ടത്തി തോന്നാം. ചേട്ടത്തി ഊണ് കഴിക്കും. വരൂ തങ്കച്ച, ഇരുന്ന് ഊണ് കഴിക്കും. ഊണ് കഴിക്കു തങ്കച്ച. എനിക്ക് വിശപ്പില്ല തങ്കമ്മേ. ഇനി ഒരിക്കലും വിശക്കില്ലേ. ഇങ്ങനെ എത്ര ദിവസമായിരിക്കും? കഴിക്കൂ. ഇത്ര തന്റെ ഇടമില്ലാതെ ആയല്ലോ. തങ്കച്ചനൊരാണല്ലേ. മോനെ, നീ പള്ളിക്കൂടത്തിലേക്കാണോ? എന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത്? നീ പോയാൽ എങ്ങനെയാ നമുക്ക് ആ വല്യപുരക്കിലെ ഉപ്പാപ്പനെ ഒന്ന് കാണാൻ പോകണ്ടായോ? അതെല്ലാം പള്ളിക്കൂടം ഇല്ലാത്ത ദിവസം പോകാം. തങ്കച്ച, നിനക്കിനി അപ്പനുള്ളപ്പോഴത്തെ പോലെ നടക്കാൻ നിൽക്കുമോ? നീ പഠിക്കാൻ പോയാലും ഇനി നീയാണ് മോനെ ഈ കുടുംബത്തിന്റെ തൂണ്. അല്ല, ഉപ്പാപ്പനും കയറി ഇരുന്നാട്ട് ഉപ്പാപ്പ. പിന്നെ എങ്ങനെയിരിക്കുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളെല്ലാം ഉപ്പാപ്പൻ അറിയാമല്ലോ. എനിക്കൊന്നും നിശ്ചയമില്ല ഇവിടുത്തെ കാര്യങ്ങൾ. ആ കുറച്ച് കാപ്പി അനത്തിട്ടു. എന്നാ മുറുക്കിയാട്ടെ. ചേട്ടൻ ഇങ്ങ് വന്നല്ലോ, അതേതായാലും നന്നായി. ഭാഗ്യത്തിന് ഉപ്പാപ്പൻ ഇങ്ങ് വന്നു. ഇവരങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അവിടെ വന്ന് ചേട്ടനോട് ഇവിടുത്തെ കാര്യമെല്ലാം ഒന്ന് സംസാരിക്കാൻ. എന്നോട് എന്തുവാ സംസാരിക്കാൻ? എനിക്കൊന്നും അറിഞ്ഞുകൊടുപ്പാപ്പ. കടക്കാരെ കൊണ്ട് ഇരിക്കപ്പുറത്തി ഇല്ലാതായി. ഞാൻ എന്ത് ചെയ്യും? കടക്കാർ പിന്നെ അവിടെ ചക്രം തിരിച്ചു ചോദിക്കത്തില്ല. അപ്പൊ ഞാൻ വന്നും തെറ്റായിപ്പോയി. ഞാൻ എന്റെ ഇടപാടിന്റെ കാര്യത്തെ പറ്റി പറയാനാവുന്നത്. ഉപ്പാപ്പന് തരാനുള്ളതെങ്കിലും ഇളവ് ചെയ്ത് തരണേ. എനിക്ക് വെള്ളപ്പൊക്കത്തിന് ഒഴുകി വന്ന് കിട്ടിയ പണമല്ല. അത് കൊള്ളാം. ഇവർക്ക് ഈ ആപത്ത് സമയത്ത്
ചേട്ടനല്ലാതെ മറ്റാരാണ്ട് സഹായത്തിനുള്ളത്? ചേട്ടൻ ഈ കുടുംബം ഒന്ന് നോക്കിയെടുത്ത് കൊടുക്കണം. എനിക്ക് വേറെ തൊഴിലൊന്നുമില്ലല്ലോ, വല്ലവന്റെ കുടുംബം നടത്താൻ. ഞങ്ങൾ അന്യരല്ലല്ലോ ഉപ്പാപ്പ. ഈ കുടുംബം നശിച്ചു കാണുന്നത് ഇഷ്ടമാണോ? ഞാനും എന്റെ പിള്ളേരും മര്യാദാരമായി തെണ്ടുന്നത് മാനമാണോ? അമ്മച്ചി എന്തിനിങ്ങനെ കിടന്ന് കെഞ്ചുന്നു? നമുക്കാരുടെയും കാല് പിടിക്കാറായിട്ടില്ല. അതെ, ഇതൊന്നും നശിക്കാനില്ല. ഇവന്റെ അപ്പൻ ആളെ പറ്റിക്കുന്ന പണിയാ കയ്യിലുണ്ട്. അവരൊരു നെറുകെട്ടവനായിരുന്നു. ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ? മര്യാദയായിട്ട് സംസാരിക്കണം. ഗുരുത്വദോഷം പറയാതെടാ, നിന്റെ ഉപ്പാപ്പനാണിത്. അതുകൊണ്ട് എന്റെ അപ്പനെ പറ്റി എന്തും പറയാമെന്ന്? ഒരു കാശ് വച്ചു തരണ്ട. അപ്പൻ ഉണ്ടാക്കിയ മുതലാണ്, അപ്പൻ വരുത്തി വെച്ച കടവുമാണ്. മുഴുവൻ ഈടാക്കിക്കൊള്ളണം. പക്ഷേ എന്റെ അപ്പച്ചനെ പറ്റി അനാവശ്യം വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, ഉപ്പാപ്പനാണെന്ന് ഞാൻ വിചാരിക്കില്ല. ഞാനൊന്നും പറയാനും പഠിക്കാനുള്ള വരുന്നില്ല. എന്റെ മര്യാദ കൊണ്ട് ഞാൻ അവിടെ വന്നു. ഞാൻ പോകുക. ചേട്ടൻ ഇവരെ ദ്രോഹിക്കരുത്. ദൈവത്തെ മറന്നൊന്നും പ്രവർത്തിക്കരുത്. നിങ്ങൾ എന്തിനാകുമോ ഇവിടെ വക്കാലത്ത് പിടിക്കാൻ വരുന്നത്? ഞാൻ നല്ലപോലെ അധ്വാനത്തിനാക്കി മുതലാ. അത് വേണമെന്ന് വെക്കാൻ ഞാൻ തയ്യാറില്ല.